ചോദിച്ചു കേട്ടില്ലടാ. കൈവച്ചത് കൊണ്ട് കൈ ഞാൻ വെട്ടുന്നത്. ജയിലിലിട്ടിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ തല ഞാൻ എടുത്തേനെ. എന്നാ എടുത്തു. നടു റോഡിലിരുന്ന് ആലോചിക്ക്. പോലീസ് എന്നല്ല, എന്റെ അച്ഛനേക്കാൾ വലുതായിട്ട് ആരും ഉണ്ടാവരുത്. അവന്റെ കൈ വെട്ടിയത് കൊണ്ടായില്ല, കൊല്ലേണ്ടതായിരുന്നു. എത്ര പേരെ കൊല്ലും? പേടിയോ? ശിവന് പേടിയോ? പറഞ്ഞല്ലോ അവനെ കണ്ടാൽ എനിക്ക് പേടിയാണെന്ന്. അവൻ പരമശിവന്റെ കഴുത്തി കിടക്കുന്ന പാമ്പാണ്. ഒന്ന് തീർത്താൽ ആ സ്ഥാനത്ത് വേറൊന്നു വരും. പ്രശ്നം പാമ്പല്ല, അതിരിക്കുന്ന സ്ഥലം. ആ സ്ഥലം നമ്മുടെ കയ്യിൽ വരണം. അതിന് കള്ളനും പോലീസും കളിയിൽ കള്ളൻ നമ്മുടെ ആളാവണം, പോലീസും നമ്മുടെ ആളായിരിക്കണം. മനസ്സിലായില്ല. ഒരു പോലീസ് ക്രിമിനലായി ചിന്തിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ കാണിച്ചു തന്നു. ഒരു ക്രിമിനൽ പോലീസായാൽ എന്ത് നടക്കുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന് നമ്മുടെ കൂടെയുള്ള ഒരാൾ പോലീസാവണം. അവൻ നമ്മുടെ വിശ്വസ്തനായിരിക്കണം. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? ആ, ഉണ്ട്. ആരാ? ശിവൻ രൂപമെങ്കിൽ അവൻ നിഴല. എന്തും നേരിടാൻ വേണ്ടി ഉരുക്കുപോലെ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാ. വേറെ ആരാണ്? എന്റെ ശക്തി. ഫ്രണ്ട് പോലീസായിട്ട് വന്നപ്പോ ചാക്ക് സൂചിക്കാ പറയും കുത്തിവിട്ടത്. ഫ്രണ്ട് പോലീസാന്ന് പറഞ്ഞപ്പോ പ്രേമം പോലും വേണ്ടാന്ന് വെച്ചു. നിന്റെ അച്ഛൻ രാവിലെ കോമഡി ആണല്ലോ അടിക്കുന്നത്. എന്റെ ചേട്ടന് വിവരമില്ലടാ. ഇങ്ങനെ പറഞ്ഞെന്ന് പറയട്ടെ. എന്താച്ചാ? ശക്തി അയക്കൂ. അയക്കാം. കറക്റ്റ് ആയിരിക്കുമല്ലോ, അയക്കൂ. ശരി അച്ഛാ. അമ്മേ, ആള് കുടുങ്ങി കേട്ടോ. അച്ഛാ, ആകുന്നോണ്ട് കുഴപ്പമില്ല. എന്താകാനാ? പോലീസ് അയക്കൂ. ശരി അച്ഛാ. എന്താകാനാ? പോലീസോ? അച്ഛാ, ഞാൻ ചാകാൻ പോലും തയ്യാറാ. പക്ഷെ പോലീസൊന്നും ആകില്ല അച്ഛാ, നടക്കില്ല. നടന്നതെല്ലാം കണ്ടതല്ലേ? ഇനി അതെല്ലാം ശ്രദ്ധിച്ചാ പോരെ? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നീ പോലീസ് ആവണം. അതുകൊണ്ട് എന്റെ അമ്മ നിന്നെ പോലീസാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊന്നും നടക്കില്ല അച്ഛാ. നടക്കും, നടന്നേ തീരും. നടക്കില്ല അച്ഛാ, നടക്കും. അത് നടക്കില്ല സാറേ. എന്താടാ സാറേ, എന്തായാലും സാർ പോലീസ് ആവും. 20 വർഷമായില്ലേ സാറേ ഈ വേഷം. ഞാൻ കാക്കി ഉടുപ്പ് ഇട്ടോട്ടെ. ഇടിച്ചെന്നിട്ട് അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ, എന്നെ കൊല്ലല്ലേ. ഹേയ്, പിടിക്കടാ അവനെ. അയ്യോ അയ്യോ, ഞാൻ അടിവസ്ത്രം ഇട്ടിട്ടില്ല, ചെയ്യരുത്. അയ്യോ പിടി, പിടി, പിടി. മൂന്ന് വാക്ക് എഴുതാൻ വേണ്ടി ഉള്ള ശക്തി മുഴുവൻ നീ വെറുതെ കളഞ്ഞല്ലോടാ.
ഒരൊപ്പിട്ട് കൊടുത്താ പോലീസ് ആകുമല്ലേ? എഴുത്. എന്താടോ ഇവിടെ ഗ്രൂപ്പായിട്ട് എല്ലാം കൂടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ഗ്രൂപ്പ് 1 എക്സാം അല്ലേ? അതാ ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ക്വാർട്ടർലി എക്സാം ആണെങ്കിൽ ക്വാർട്ടർ അടിച്ചോണ്ട് എഴുതുവോ? ഹാഫിലി എക്സാം ആണെങ്കിൽ ഹാഫ് അടിച്ചോണ്ട് എഴുതുമായിരിക്കും അല്ലേ? എഴുതേക്ക്. എക്സാം എഴുതുന്നോ മാത്രം മതി ഇവിടെ, ബാക്കിയെല്ലാം പുറത്തു പോകും. ഇവിടെ പോകാൻ പറഞ്ഞില്ലേ എന്നോട്? ഓ ചേട്ടാ, പരീക്ഷ ജയിച്ചെങ്കിലല്ലേ പോലീസ് ആകുള്ളൂ. റിസൾട്ട് വന്ന് കാണുമല്ലേ? എന്തെങ്കിലും എഴുതി വെച്ചെങ്കിലല്ലേ ഞാൻ ജയിക്കുള്ളൂ. ഞാൻ എവിടുത്തെ പോലീസ് ആകാനാ? ആയി കഴിഞ്ഞു. എന്താ എന്ന് ഒന്നുകൂടെ പറഞ്ഞേ. ശക്തി, പിന്നെ ഞങ്ങളൊക്കെ എന്തിനാടാ ഇവിടെ ഉള്ളത്? നിന്നെ അങ്ങനെ ആക്കാതെ വിടുവോടാ? നിന്റെ അച്ഛൻ വിചാരിച്ച എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? അവന്റെ നോട്ടം കണ്ടില്ലേ? ശക്തി, മോൻ പോലീസൊന്നും ആകണ്ട. ഞാൻ പോലീസ് ആകുന്നത് അച്ഛൻ ഇത്രയും സന്തോഷമാണെങ്കിൽ ഞാൻ ആകാമേ. ചെറുപ്പം തൊട്ട് എന്റെ മോന് കാക്കി ഇഷ്ടമല്ലാത്തല്ലേ? അച്ഛന് ദേഷ്യം വരുമ്പോൾ കണ്ണ് ചുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കണ്ണ് നിറഞ്ഞ് ഞാൻ അന്നാണ് കണ്ടത്. ഇനി ഒരിക്കലും അച്ഛനെ ഞാൻ അങ്ങനെ കാണാൻ പാടില്ലമ്മേ. അച്ഛൻ്റെ ആഗ്രഹമല്ലേ. പോലീസ്. അയ്യോ. എന്താ ശക്തി ഇത്? നീ കാക്കിയിട്ട് വലിയ ഗെറ്റപ്പിൽ വരുമെന്നാ ഞാൻ വിചാരിച്ചേ. എന്താ ഇങ്ങനെ ഈ വേഷത്തിൽ? പോലീസ് ആകണമെന്ന് എന്നോട് പറഞ്ഞു, പോലീസായി. പോലീസ് ഡ്രസ് ഒന്നും എന്നെ കൊണ്ട് ഇടാൻ പറ്റത്തില്ല, പറഞ്ഞേക്കാം. ശരി, പോലീസായില്ലേ? അത് മതി. ഇനി കണ്ടോ കളി? ഇങ്ങോട്ട് നോക്ക് ശക്തി, നിനക്ക് ഇവിടെ തന്നെ പോസ്റ്റിങ്. അടിച്ചു പൊളിക്കണം നീ.